ഇവിടുത്തെ ടോപ്പ് ബോസുമാരെല്ലാം അല്ലെങ്കിൽ ഇവിടുത്തെ മാസ്റ്റേഴ്സ് എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്നത് പോലെ വളരെ മോശമായ കാര്യങ്ങളായിരിക്കാം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള അശ്ലീലതകളെ വളർത്തുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? നിങ്ങൾ എന്ത് തരം നിഷ്കളങ്കതയാണ് കൊണ്ടു നടക്കുന്നത്? അയാൾ എന്തിനാണ് ഈ കോടികൾ സമ്പാദിച്ചതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അയാൾ ഒരു സെലിബ്രിറ്റിയാണ്, നല്ലവനാകണം എന്നൊക്കെ. ഞാൻ 5 സെലിബ്രിറ്റികളെ ആരാധിക്കുന്നു. അതിൽ 2 പേർ മോശക്കാരാണ്, ബാക്കി 3 പേർ കുഴപ്പമില്ല. അല്ല, ബാക്കി 3 പേരെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്ന് മാത്രം. നാം ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്നത് കാട്ടിലെ ജീവികളെയാണ്. അതെ, ബുദ്ധിയുണ്ട്, പക്ഷേ ആ ബുദ്ധിയെ നയിക്കുന്നത് മൃഗീയമായ താൽപ്പര്യങ്ങളാണ്. ഇതൊരു തത്വമായി നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞെട്ടിക്കൊണ്ടിരിക്കും. അയാളൊരു നല്ല മനുഷ്യനാകാനല്ല രാഷ്ട്രീയക്കാരനായത്, സ്വന്തം വന്യമായ ആഗ്രഹങ്ങൾ നിറവേറ്റാനാണ്. ഇത്രയും പണം ഒരാൾ സമ്പാദിക്കുന്നത് ചാരിറ്റിക്കാണോ? ലോകത്തെ നന്നാക്കാനാണോ? എനിക്ക് സെക്സ് വേണം എന്ന് അയാൾ എന്തുകൊണ്ട് പറയില്ല? അതിനായി ഏതെങ്കിലും ഒരു പിമ്പിനെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യും എന്ന് അയാൾ പറയും. നിങ്ങളെപ്പോലുള്ള യുവാക്കൾ ഇത്തരം മാസ്റ്റേഴ്സിനെ സേവിക്കാൻ തീരുമാനിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്. സർ, എന്റെ ചോദ്യം. IIT-യിലെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എന്ന നിലയിൽ ഞങ്ങൾ ഒരു ടെക് ഫേമിലോ അല്ലെങ്കിൽ ഒരു VC ഫണ്ടഡ് സ്റ്റാർട്ടപ്പിലോ സിവിൽ സർവീസിലോ ഒക്കെയാണ് എത്തിപ്പെടുക. പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വെച്ച് നോക്കിയാൽ ഇവിടുത്തെ ടോപ്പ് ബോസുമാരെല്ലാം എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്നത് പോലെ വളരെ ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ബിൽ ഗേറ്റ്സിനെയോ പീറ്റർ തിയലിനെയോ പോലുള്ള VCമാരെ എടുത്തു നോക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള അശ്ലീലതകളെ വളർത്തുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഒരാൾ തന്റെ ബുദ്ധിയും അധ്വാനവും നൽകുന്നത് എങ്ങനെ ന്യായീകരിക്കും? നമ്മുടെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന തോന്നലിനെ എങ്ങനെ നേരിടും? ഇതിനെതിരെ കലഹിക്കുന്നതല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നത് ഇത്തരം ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കുന്നത് പോലെയല്ലേ? കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ജോലിയിൽ പ്രവേശിക്കേണ്ട ഒരാളെന്ന നിലയിൽ ഞാൻ ഈ ചിന്തയെ എങ്ങനെ നേരിടും? കാരണം ഈ സിസ്റ്റം തന്നെ അങ്ങേയറ്റം ജീർണിച്ചതാണ്. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായോ? അദ്ദേഹം പറയുന്നത് ഈ അടുത്ത വർഷങ്ങളിൽ കുറച്ച് പതിറ്റാണ്ടുകളായി ഒരുപാട് സ്കാൻഡലുകൾ പുറത്തുവരുന്നു. ഏറ്റവും ഒടുവിലത്തേത് എപ്സ്റ്റീൻ ഫയൽസ് ആണ്. അദ്ദേഹം പറയുന്നു, ഞാനിവിടെ പഠിക്കുന്നു, ഇതേ ക്യാമ്പസ് തന്നെയല്ലേ? അദ്ദേഹം ഇവിടെ പഠിക്കുന്നു, നാളെ ഒരു ടെക് ഫേമിലോ കൺസൾട്ടിംഗ് ഫേമിലോ മാനേജ്മെന്റ് കമ്പനിയിലോ ജോലിക്ക് കയറും, അല്ലെങ്കിൽ MBAക്കോ MS-നോ പോകും. UPSCയും അതിൽ പരാമർശിച്ചിരുന്നു. അയാൾ ചിന്തിക്കുന്നത് എവിടെ പോയാലും കുഴപ്പമില്ലെന്നാണ്. ഞാൻ എവിടെ പോയാലും അലമാരയ്ക്കുള്ളിലെ അസ്ഥികൂടങ്ങൾ പുറത്തേക്ക് വരികയാണ്. എന്റെ ബോസുമാരെല്ലാം സ്വഭാവശുദ്ധിയില്ലാത്തവരാണെന്ന് തോന്നുന്നു. അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, സ്വഭാവദൂഷ്യം. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ എനിക്ക് എങ്ങനെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയും? ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലായിരിക്കുന്നതിൻ്റെയും പിന്നെ മുന്നോട്ടു പോകുന്നതിൻ്റെയും അർത്ഥമെന്താണ്? ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പോലും എല്ലാത്തിൻ്റെയും ഏറ്റവും അവസാനം എനിക്ക് വികൃത മനസ്സുള്ളവൻ്റെയോ രാക്ഷസന്റെയോ കീഴിൽ പണിയെടുക്കേണ്ടി വരും. ഇതാണ് ചോദ്യം, അല്ലേ? പക്ഷെ ഇതറിയാൻ നിങ്ങൾക്ക് ഒരു സ്കാൻഡൽ തന്നെ വേണ്ടി വന്നോ? എന്തിനാണ് സ്കാൻഡലിനായി കാത്തിരിക്കുന്നത്? വ്യക്തമല്ലേ? എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങളുടെ ചോദ്യം ഇതാകണം. ഈ വ്യക്തിത്വവും പരസ്യങ്ങളും പ്രൊപ്പഗണ്ടയും എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിപ്പിച്ചത്? ശ്രദ്ധ പിടിച്ചു പറ്റുന്നവർ, സെലിബ്രിറ്റികൾ, സംരംഭകർ, വൈസ് ചാൻസലർമാർ, രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, അവരെല്ലാം കുറഞ്ഞത് പകുതി മാന്യരും അർദ്ധകുലീനരുമാണെന്ന് തെളിയിക്കുന്ന ഉദ്യോഗസ്ഥർ. ഇവരെല്ലാം മാന്യന്മാരാണെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചു? അതാകണം ചോദ്യം. ഇന്ന് നിങ്ങൾ പറയുന്നു, ഞാനാകെ ഷോക്കായിരിക്കുകയാണ് സർ. ദൈവങ്ങൾക്ക് ചെളിപ്പാദങ്ങളാണ്.
ഞാൻ ആരാധിച്ചിരുന്ന, ആദരിച്ചിരുന്ന, വിഗ്രഹമാക്കിയിരുന്ന. എന്തിന്? കാരണം ഒരു സ്കാൻഡൽ പുറത്തു വന്നു. ഇത് 2 വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്നതാണ്. ആ പഴയ ലീക്കുകൾ ഓർമ്മയില്ലേ? അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഓർമ്മയുണ്ടോ? പുറത്താക്കി. സിസ്റ്റത്തിൽ എവിടെ നോക്കിയാലും ഇതാണ് അവസ്ഥ. നമ്മൾ അധ്വാനിക്കുന്നത് GDPക്ക് വേണ്ടിയാണെങ്കിൽ അത് രാഷ്ട്രീയക്കാരുടെ പക്കലെത്തും. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അതിന്റെ ലാഭം മുതലാളിക്കാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം മുകളിലുള്ളവർക്ക് ഗുണമുണ്ടാക്കുന്നു. ഈ തടസ്സമാണ് ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്നു, ഞാൻ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്നു, പക്ഷേ അത് രാഷ്ട്രീയക്കാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ പോക്കറ്റ് നിറയ്ക്കുന്നു. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. എനിക്കുണ്ടായ ലാഭം മുതലാളി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന് കൈമാറുന്നു, അല്ലേ? അപ്പോൾ ഇത് ഒരു വഞ്ചനയായി തോന്നുന്നു. എന്റെ അധ്വാനം കൊണ്ട് ആർക്കാണ് ഗുണം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. അയാളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്, ആ പണം അയാൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊന്നും അറിയില്ല, അല്ലേ? അപ്പോൾ ഈ തടസ്സമാണ് നിങ്ങളെ അലട്ടുന്നത്. എന്റെ ചോദ്യം ഈ തടസ്സത്തെക്കുറിച്ചല്ല, അതിനു മുമ്പുള്ള നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. ആ ആശയത്താൽ നിങ്ങൾ എങ്ങനെ വശീകരിക്കപ്പെട്ടു എന്നതാണ്. ഈ വിശാലമായ ലോകത്ത് അധികാരം വഹിക്കുന്നവരെല്ലാം കുലീനരും മാന്യരുമായ ആളുകളാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ആശയം ആദ്യം ലഭിച്ചത്? ആ ചിന്തയുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഞെട്ടൽ അനുഭവപ്പെടുന്നത്. ആദ്യം ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഇപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നു. അതാണ് ഈ ചോദ്യത്തിന് കാരണം. അത് മനസ്സിലാകുന്നുണ്ടോ? ഈ ചോദ്യത്തിന്റെ വേരുകളിലേക്ക് ഞാൻ പോകട്ടെ. ആദ്യം ഈ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? ഒരു പ്രത്യേക പ്രചാരണം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ എങ്ങനെയാണ് അനുവദിച്ചത്? കാരണം നിങ്ങൾ ഇപ്പോഴും അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ പ്രൊപ്പഗണ്ട തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെ സത്യം ബോധ്യപ്പെടുത്താൻ എപ്പോഴും ഒരു സ്കാൻഡൽ ഉണ്ടാവണമെന്നില്ല. അവരുടെ പല തെറ്റുകളും എന്നും രഹസ്യമായിരിക്കും, അറിയില്ല. അതിനാൽ നിങ്ങൾ സംഭവങ്ങൾക്കായി കാത്തിരിക്കരുത്. തത്വങ്ങളുടെ തലത്തിൽ നിങ്ങൾ വ്യക്തതയുള്ളവരായിരിക്കണം. മനസ്സിലാക്കുക, ക്രിട്ടിക്കൽ മാസ് എന്ന ലളിതമായ ആശയം എന്താണെന്ന് ന്യൂക്ലിയർ ഫിസിക്സിൽ നമുക്കറിയാം, അല്ലേ? ലളിതമായ ക്രിട്ടിക്കൽ മാസ് എന്താണെന്ന് നമുക്കറിയാം. ഇനി തോറിയം, യുറേനിയം, പ്ലൂട്ടോണിയം എന്തോ ഒന്നിന്റെ ഒരു പന്ത്. നമുക്കതുകൊണ്ട് കളിക്കാം. ഒരാളുടെ നേരെ എറിയാം, ഒന്നും സംഭവിക്കില്ല. ഒരുപക്ഷെ ചെറിയ റേഡിയോ ആക്റ്റീവ് എക്സ്പോഷർ ഉണ്ടായേക്കാം. അത് അത്ര അപകടമായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ മാസിന്റെ തത്വം അറിയില്ല, അല്ലേ? നിങ്ങൾക്ക് ആ തത്വം അറിയില്ലെങ്കിൽ നിങ്ങൾ ആ പന്തിൽ കൂടുതൽ മെറ്റൽ ചേർത്തുകൊണ്ടിരിക്കും. ഒടുവിൽ 50 വർഷത്തിന് ശേഷം വലിയൊരു സ്ഫോടനമുണ്ടാകും. നിങ്ങൾ എന്ത് വിദ്യാഭ്യാസം നേടാൻ തിരഞ്ഞെടുക്കും? സംഭവമോ അതോ തത്വമോ? ആ സ്ഫോടനം നടക്കാൻ 50 വർഷം നിങ്ങൾ കാത്തിരിക്കുമോ? അതൊരു അപൂർവ സംഭവമാണോ? ന്യൂക്ലിയസിനെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ആ സ്ഫോടനം സംഭവിക്കാൻ നിങ്ങൾ കാത്തിരിക്കുമോ? അതോ ന്യൂക്ലിയസിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തത്വം പഠിക്കുമോ? അതോ അപകടം എവിടെയാണെന്ന് മുൻകൂട്ടി അറിയാൻ തത്വം തന്നെ പഠിക്കുമോ? ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സംഭവത്തിൽ നിന്നോ തത്വത്തിൽ നിന്നോ? തത്വത്തിൽ നിന്ന്. ഇപ്പോൾ ആ സംഭവമാണ് നിങ്ങളെ അലട്ടുന്നത്. നിങ്ങൾ തത്വത്തിലേക്ക് പോകണം. അതാണ് നിങ്ങളെ സുരക്ഷിതനാക്കുക.
ആരോ നിങ്ങളോട് പറയുന്നു, യുറേനിയം പന്തുകൾ കൊണ്ട് കളിക്കരുത്, എന്തെങ്കിലും മോശം സംഭവിക്കാം. ശരിയല്ലേ? ഒരു കാര്യം, നിങ്ങൾക്ക് തത്വമറിയാം, ക്രിട്ടിക്കൽ മാസ് പന്തിന്റെ ആരം. അതെങ്ങനെ കണക്കാക്കാമെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? തത്വത്തെക്കുറിച്ച് നിങ്ങൾ പ്രബുദ്ധരാകാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? തത്വം. ഇപ്പോൾ നമ്മൾ അതിലേക്ക് വരുന്നു. ആ തത്വം ഇതാണ്. നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കുന്നത് കാട്ടിലെ ജീവികളാണ്. അതെ, നമുക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ ആ ബുദ്ധിയെ നയിക്കുന്നത് മൃഗവാസനകളാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് സൃഷ്ടിച്ച ഈ ലോകത്തെ യഥാർത്ഥത്തിൽ നയിക്കുന്ന ഒരേയൊരു തത്വം അത്യാഗ്രഹത്തിൻ്റെയും അധികാരത്തിൻ്റെയും തത്വമാണ്. അതാണ് ഈ ലോകത്തെ നയിക്കുന്ന തത്വം. എപ്പോഴെങ്കിലും അത് അക്രമാസക്തമായ രീതിയിൽ പ്രവർത്തിക്കും, മറ്റുള്ളവരെ ചൂഷണം ചെയ്യും. ശരിയായ നിഷ്ഠയോ മാന്യതയോ അഹങ്കാരത്തിന് അലർജിയാണ്. നിങ്ങളൊരാളെ നോക്കുമ്പോൾ ആദ്യം കരുതേണ്ടത് അതൊരു മൃഗമാണെന്നാണ്. ശരി, അയാൾ വലിയൊരു VC ആയിക്കോട്ടെ, കോട്ടും സൂട്ടും ഇട്ടൊരു മൃഗം, ലക്ഷറി കാറിൽ ലാപ്ടോപ്പുമായി ഇരിക്കുന്നു, പക്ഷേ ഇപ്പോഴും ഒരു മൃഗമാണ്. തൈയുള്ള ഗൊറില്ല. അത്ഭുതപ്പെടില്ല. പക്ഷെ നിങ്ങൾ പ്രൊപ്പഗണ്ടയിൽ വീണുപോയി. ഈ സെലിബ്രിറ്റികളെല്ലാം നല്ലവരാണെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങൾ ആ തത്വം മനസ്സിലാക്കുന്നില്ല. മൃഗങ്ങളിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന ഒരേയൊരു കാര്യം ബുദ്ധിയാണ്. അല്ലാതെ ബുദ്ധി പ്രവർത്തിക്കുന്ന കേന്ദ്രമല്ല. നമ്മൾ അതേ കേന്ദ്രം തന്നെയാണ് പ്രൈമേറ്റുകളുമായി, സസ്തനികളുമായി പങ്കിടുന്നത്, പ്രാണികളുമായി, ഉരകങ്ങളുമായി. അതേ കേന്ദ്രം തന്നെയാണ്. സിംഹത്തിന്റെ മാംസത്തിന്റെ രുചി എങ്ങനെയിരിക്കും? ആരെങ്കിലും ഒന്ന് പറയൂ. സിംഹമാംസം എങ്ങനെയിരിക്കും? ആരും അത് കഴിച്ചിട്ടില്ലേ? എന്തുകൊണ്ട്? പക്ഷെ നിങ്ങൾ പോത്തിനെയും ആടിനെയും കോഴിയെയും ഒക്കെ കഴിച്ചിട്ടുണ്ട്. കാരണം അവർ ദുർബലരാണ്. ആ തത്വമാണ് ഈ ലോകത്തെ നയിക്കുന്നത്. മനസ്സിലാക്കൂ, ഇതറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഞെട്ടുന്നത്. നമ്മൾ ക്രൂരന്മാരാണ്. IQ കൂടി ഉള്ളതുകൊണ്ട് അതൊന്നുകൂടി മോശമായി. IQ നമുക്ക് സംഘടിപ്പിക്കാനുള്ള കഴിവ് നൽകുന്നു. നമ്മൾ എന്താണ് ചെയ്തതെന്നറിയാമോ? ഇന്ന് ഈ ഗ്രഹത്തിലെ ജീവജാലങ്ങളുടെ കരഭാഗത്തിന്റെ 1/3 ഭാഗത്തോളം ഹോമോസാപ്പിയൻസിൻ്റെതാണ്. ബാക്കിയുള്ള 2/3 ഭാഗവും ഹോമോസാപ്പിയന്മാർ അവരുടെ ഭക്ഷണത്തിനായി വളർത്തിയ മൃഗങ്ങളാണ്. കൂടുതലും പശുക്കൾ, എരുമകൾ, കന്നുകാലികൾ. വെറും 3-4% വന്യമൃഗങ്ങളുടേതാണ്. നമ്മൾ അങ്ങനെയാണ്. നമുക്കെന്തെങ്കിലും ഉപയോഗപ്രദമാണെങ്കിൽ നമ്മളത് വർദ്ധിപ്പിക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു, ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. എന്തെങ്കിലും നമുക്ക് ഉപയോഗപ്രദമല്ലെങ്കിൽ നമ്മൾ അതിനെ കൊല്ലുന്നു, ഇല്ലാതാക്കുന്നു. ഇങ്ങനെയുള്ള നിങ്ങൾ കോർപ്പറേറ്റ് മുതലാളിയെ സേവിക്കുമ്പോൾ അയാൾ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് കരുതുന്നുണ്ടോ?
ആ ഔപചാരിക കോർപ്പറേറ്റ് ചിരിക്കു പിന്നിൽ വന്യമായ മുഖമുണ്ട്. മൂർച്ചയുള്ള പല്ലുകളുണ്ട്. നിങ്ങൾ അയാൾക്ക് 10 ഇരട്ടി സമ്പാദിച്ചാൽ മാത്രമേ അയാൾ നിങ്ങൾക്ക് ശമ്പളം തരൂ. ഒരാൾ ഇത്രയധികം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്തിനാണ് സമ്പാദിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നത്? ദാനധർമ്മം. കാരണം അയാൾ ലോകത്തെ മികച്ച സ്ഥലമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, സ്വന്തം ആവശ്യത്തിനാണ്. ഇത് കാട്ടിലെ നിയമമാണ്. ദർ ആർ നോ ഫ്രീ ലഞ്ചസ്. ഇത്രയും സമ്പാദിച്ചാൽ എന്തുകൊണ്ട് സെക്സ് വേണമെന്ന് പറയുന്നില്ല? അന്താരാഷ്ട്ര പെൺകുട്ടികളെ, ഇവിടെ നിന്ന് എനിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു പിമ്പ് ലഭ്യമാണെങ്കിൽ ഞാൻ ആ പിമ്പിനെ ഏർപ്പാട് ചെയ്യാം. നിങ്ങൾ എന്ത് തരം നിഷ്കളങ്കതയാണ് കൊണ്ടു നടക്കുന്നത്? നിഷ്കളങ്കത എന്ന് വിളിക്കണോ അതോ മണ്ടത്തരമോ? അയാൾ എന്തിനാണ് ഇത്രയും കോടികൾ സമ്പാദിച്ചതെന്ന് നിങ്ങൾ കരുതുന്നത്? എന്തുകൊണ്ട്? നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരാനോ? ഈ ഭൂമിയെ തിന്നുതീർക്കാനാണ്. അതാണ് ഏക തത്വം. മറ്റൊരു തത്വവുമില്ല. പക്ഷെ നിങ്ങൾ നല്ല വാക്കുകളിലും പുഞ്ചിരിക്കുന്ന മുഖങ്ങളാലും വീണുപോയി. ഈ വ്യക്തി ഭൂമിയെ മികച്ച സ്ഥലമാക്കി മാറ്റുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഈ ലോകത്ത് ആരും ഭൂമിയെ നന്നാക്കാൻ വേണ്ടിയല്ല നിലനിൽക്കുന്നത്. എല്ലാവരും ഈ ഭൂമിയെ തിന്നുതീർക്കുകയാണ്. ഈ നിമിഷം മുതൽ ഡൂംസ്ഡേ ക്ലോക്ക് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഡൂംസ്ഡേ ക്ലോക്ക് ഇപ്പോൾ അവസാനത്തെ മഹാവിപത്തിന് വെറും 85 സെക്കൻഡ് മാത്രം അകലെയാണ്. പക്ഷേ എത്ര നിഷ്കളങ്കതയാണിത്! എത്ര ഭംഗിയുള്ള മണ്ടത്തരം! അയാൾ സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് നല്ല ആളായിരിക്കണം. രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് മാന്യനാകണം. മാന്യനാകാൻ വേണ്ടിയല്ല അയാൾ രാഷ്ട്രീയക്കാരനായത്. സ്വന്തം മാന്യമായ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. ഇതാണ് കാട്ടിലെ നിയമം. ആകെ വ്യത്യസ്തരായവർ വിശുദ്ധന്മാരും മഹർഷിമാരും മാത്രമാണ്. അവർ വളരെ അപൂർവമാണ്. ബുദ്ധനെപ്പോലുള്ളവർ ഒരു അപവാദമാണ്. പക്ഷെ നമ്മളിവിടെ ബുദ്ധനെക്കുറിച്ചല്ലല്ലോ സംസാരിക്കുന്നത്. ബുദ്ധനെ മാറ്റി നിർത്തിയാൽ മറ്റാരിലും സ്വാർത്ഥതയില്ലായ്മ പ്രതീക്ഷിക്കരുത്. അധികാരം കിട്ടിയാൽ അത് ഏറ്റവും മോശമായ കാര്യത്തിന് അവർ ഉപയോഗിക്കും. പക്ഷെ പൊതുജനങ്ങളുടെ കണ്ണിൽ നിന്ന് അകന്നു നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇല്ല, ഞാൻ 5 സെലിബ്രിറ്റികളെ ആരാധിക്കുന്നു. അവരിൽ 2 പേർ മാത്രമേ അഴിമതിക്കാരായിട്ടുള്ളൂ. ശേഷിക്കുന്ന 3 പേർ എല്ലാം ശരിയാണ്. ശേഷിക്കുന്ന 3 പേരെ ഇതുവരെ തുറന്നുകാട്ടിയിട്ടില്ല. ഇതാണ് തത്വം. സംഭവങ്ങൾക്കായി കാത്തിരിക്കരുത്, തത്വത്തിൽ ഉറക്കുക. സംഭവങ്ങൾ വരുമ്പോൾ അവ ഒരു തടസ്സമായിട്ടാണ് വരുന്നത്. അവ ഞെട്ടിപ്പിക്കുന്നു. ഞെട്ടലുകൾ സുഖകരമായ അനുഭവങ്ങളല്ല, അല്ലേ? അല്ലേ? എല്ലാവരും ഒരു തരത്തിൽ അഴിമതിക്കാരാണെന്നോ മോശക്കാരാണെന്നോ ഉള്ള ആശയം നമ്മൾ അംഗീകരിച്ചാലും ഇത് നിഷ്കളങ്കതയുടെ പ്രശ്നമല്ല, അല്ലേ? അത് യഥാർത്ഥ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ്. അതിനാൽ നമുക്ക് മറ്റു മാർഗമില്ല. ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ കുട്ടികളെ പീഡിപ്പിക്കുന്നത് തടയാൻ ഏകമാർഗം അവരെ കൊല്ലുക എന്നതാണ്, അല്ലേ? പെങ്ങര്, ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വരുമായിരുന്നോ? നിങ്ങൾ പ്രൊപ്പഗണ്ടയിൽ വീണുപോയതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ അധികം കേൾക്കാത്ത കാര്യമായിരിക്കും. ദയവായി ശ്രദ്ധിക്കുക. ആരാധ്യന്മാർക്ക് ചെളിവാദങ്ങളാണ്. നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഇല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ സമ്മതിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ അതിനേക്കാൾ ശക്തനാണ്.
കോർപ്പറേറ്റ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് എന്റെ മുന്നിലിരുന്ന് നിങ്ങൾ പറയുകയാണോ? ഹാ ഹാ ഹാ. പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്റെ സ്വന്തം വഴി കണ്ടെത്തി. ഞാൻ ആരെയും അനുകരിച്ചിട്ടില്ല. പക്ഷേ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്ര പെട്ടെന്ന് കീഴടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴിയും കാണാൻ കഴിയില്ല. ഞാൻ IIT-യിൽ നിങ്ങളുടെ പ്രായത്തിലിരുന്നപ്പോൾ മറ്റുള്ളവരെ പോലെ ആകുക എന്നതല്ലാതെ വേറെ ഓപ്ഷനില്ല എന്ന് കരുതിയിരുന്നെങ്കിൽ ഒരു ടെക്നോക്രാറ്റോ ബ്യൂറോക്രാറ്റോ മാനേജരോ ആയാൽ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമായിരുന്നില്ല. സർ, ഞാൻ അനാദരവ് കാണിച്ചില്ലല്ലോ. നിങ്ങൾക്ക് എന്നോട് അനാദരവ് കാണിക്കാം, എനിക്കത് കുഴപ്പമില്ല. പക്ഷേ അസത്യം പറയരുത്. നമുക്ക് ഒരുമിച്ച് സത്യം കണ്ടെത്താനാണ് ഞാനിവിടെ വരുന്നത്. സത്യമാണ് പ്രധാനം. ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് ഒരു അസത്യമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഓപ്ഷൻ ഇല്ല എന്ന് പറയാൻ തോന്നും? ഇങ്ങനെയൊരു നിസ്സഹായാവസ്ഥ ഗൗരവമായിട്ടാണോ? ആ തരത്തിലുള്ള സൗമ്യത, വൈകല്യം, ജീവിതത്തെ വെല്ലുവിളിക്കാനുള്ള മടി, അത് ചെറുപ്പക്കാരന് ചേരുന്നതാണോ? ആണോ? നോക്കൂ, ലോകം നിങ്ങളെ കെണിയിൽപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്നു. പിന്നീട് കെണിയിൽപ്പെടാൻ വിസമ്മതിക്കുന്നു. അതാണ് യൗവനം, അല്ലേ? സെക്സിന് വേണ്ടിയാണോ നിങ്ങൾ യുവാക്കളായത്? ശരിക്കുമല്ല. എനിക്ക് ഓപ്ഷൻ ഇല്ല എന്ന് പറയരുത്. കേൾക്കുമ്പോൾ തന്നെ അരോചകമായി തോന്നുന്നു. നിങ്ങൾക്കെപ്പോഴും ഓപ്ഷൻസ് ഉണ്ട്. ബോധത്തിന്റെ പേര് തന്നെ തെരഞ്ഞെടുപ്പ് എന്നാണ്. ഓപ്ഷൻ ഇല്ലാത്തത് ജഡവസ്തുക്കൾക്കാണ്. ദ്രവ്യത്തിനും ബാധകമാണ്. ജഡത്വം എന്നാൽ തിരഞ്ഞെടുപ്പില്ലാത്ത അവസ്ഥ എന്നാണ്. അതിന് മറ്റു മാർഗമില്ല. ഗുരുത്വാകർഷണം അനുസരിച്ച് വീഴേണ്ടി വരും. ഒരു പന്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അതിന് താഴെ വീഴാതിരിക്കാൻ കഴിയില്ല. ഗുരുത്വബലത്തെ അനുസരിച്ചേ മതിയാകൂ. ജഡവസ്തുക്കൾക്ക് തിരഞ്ഞെടുപ്പുകളില്ല. എന്നാൽ നിങ്ങൾ യുവത്വമുള്ള, ബോധമുള്ള യുവമനുഷ്യരാണ്. ഓപ്ഷനുകൾ കാണുന്നില്ലെങ്കിൽ അത് നിർമ്മിക്കുക. അതാണ് ശക്തി. സ്വന്തം ശക്തി നിരസിച്ചുകൊണ്ട് സ്വയം അപമാനിക്കരുത്. ഒരാൾ വന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഒരു കഴിവുമില്ല, ഒരു ഏജൻസിയുമില്ല. പക്ഷെ എനിക്ക് കഴിവില്ല, ഏജൻസി ഇല്ല എന്ന് നിങ്ങളോട് തന്നെ സ്വയം പറയാൻ തുടങ്ങുമ്പോൾ അത് ആത്മാഭിമാനക്കുറവാണ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഏറ്റവും മോശം സാഹചര്യത്തിൽ പോലും എപ്പോഴും സ്വയം പറയുക, എനിക്കിപ്പോഴും ഒരു വഴിയുണ്ട്. ഞാൻ ലോകത്തെ പിന്തുടരണം എന്ന് ഒരിക്കലും പറയരുത്. അനുസരിക്കാനല്ല ജനിച്ചത്. അനുസരണക്കേട് കാണിക്കാനുമല്ല നിങ്ങൾ ജനിച്ചത്. നിങ്ങൾ ജനിച്ചത് ഹൃദയത്തിൽ ജീവിക്കാനാണ്. ഹൃദയം എപ്പോഴും സത്യത്തെ സ്നേഹിക്കുന്നു. ബലഹീനതയുടെ പ്രസ്താവനകളൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. ആർക്കും ബലഹീനത ഇഷ്ടമാകില്ല, അല്ലേ? പിന്നെ എന്തിനാണ് ദുർബലനാകാൻ തിരഞ്ഞെടുക്കുന്നത്? സിമ്പിൾ. പക്ഷെ ഇപ്പോൾ ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളുടെ ചോദ്യം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ദയവായി എന്നെ ബോധ്യപ്പെടുത്തൂ. സർ, പക്ഷേ വീണ്ടും അത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അംഗീകരിച്ചാലും അത് ലോകത്ത് സംഭവിക്കുന്നതിനെ യഥാർത്ഥത്തിൽ മാറ്റില്ല, അല്ലേ? സർ, സത്യസന്ധമായി ജീവിച്ച് ലോകത്തെ മാറ്റുന്ന ഒരേയൊരു വ്യക്തി നിങ്ങളല്ല. നമ്മൾ തന്നെയാണ് ലോകത്തെ ഈ അവസ്ഥയിലെത്തിച്ചത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. ലോകത്തെ അതിൻ്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് നമ്മളാണ്. ഇന്നത്തെ ലോകത്തിന്റെ സൃഷ്ടാക്കൾ നമ്മളാണ്. നമ്മൾ മാറുന്നു, അത് മാറുന്നു. നമ്മൾ സ്വയം മാറുന്നു, ലോകം മാറുന്നു. ശരിയല്ലേ? മരവിപ്പ്, വഴക്കമില്ലായ്മ, പുതിയ സാധ്യതകളില്ല.
എന്ന് ചിന്തിക്കുന്നത് 80 വയസ്സുകാരുടെ രീതിയാണ്, 18 വയസ്സുകാരുടെ അല്ല. 18 വയസ്സുകാർ സാധ്യതകൾ കൊണ്ട് തുടിക്കുന്നവരാകണം. നിസ്സഹായാവസ്ഥ പറയരുത്. പക്ഷേ ഇത് ഒരു സാങ്കല്പികമാണ്. ഇത് സംഭവിക്കില്ല. ഞാൻ ശ്രമിച്ചാലും ഒന്നും മാറില്ല. ഒരാൾ തനിക്ക് കഴിയുന്നത് ചെയ്യുന്നു. ഒരാൾ തനിക്ക് കഴിയുന്നതിന്റെ പരമാവധി ചെയ്യുന്നു. നിങ്ങൾ ഫലത്തിനായി കാത്തിരിക്കുകയോ ഫലം വിലയിരുത്തുകയോ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം നിങ്ങൾ ഇതിനകം നൽകിയിട്ടുണ്ട്. ടെന്നീസിൽ 5-ാം സെറ്റ് കളിച്ച് തളരുന്നതുപോലെ പിന്നെ തകരുന്നു, അതിജീവിക്കുക പോലുമില്ല. ഫലം കാണാൻ, ആഘോഷിക്കാൻ അല്ലെങ്കിൽ വിലപിക്കാൻ പരമാവധി ചെയ്യുന്നു. കാരണം കുട്ടികൾ ദുരുപയോഗപ്പെടുന്നത്, കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് നിങ്ങളെപ്പോലുള്ള യുവാക്കൾ ഇത്തരം മാസ്റ്റേഴ്സിനെ സേവിക്കാൻ തയ്യാറാകുന്നതുകൊണ്ടാണ്. നിങ്ങൾ അവരെ സേവിക്കില്ല എന്ന് തീരുമാനിച്ചാൽ ആ കുട്ടികൾ രക്ഷപ്പെടും. അതുകൊണ്ട് പ്രശ്നത്തെയും ഉത്തരവാദിത്തത്തെയും എവിടെയെങ്കിലും കണ്ടെത്തരുത്. അത് ഇവിടെയാണ് കാണേണ്ടത്. അവിടെ നിന്നാണ് പരിഹാരം തുടങ്ങുന്നത്. തുടർന്ന് പരിഹാരം ആരംഭിക്കണം. അത് മനസ്സിലാകുന്നുണ്ടോ? ചില ഫയലുകളിൽ പേര് പരാമർശിച്ചിരിക്കുന്നവരെയോ അല്ലെങ്കിൽ ചില അഴിമതികളിൽ കളങ്കപ്പെട്ടവരെയോ അപലപിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ഇവൻ തെറ്റുകാരനാണ് എന്ന് പറയാൻ കഴിയും. കാര്യം എന്തെന്നാൽ ഒരു ഇവനും തെറ്റുകാരനല്ല. ഒരു വ്യവസ്ഥയുണ്ട്, അതിന് പിന്നിൽ ഒരു തത്വമുണ്ട്, ഏകീകൃതതയുണ്ട്, ഒരു തുടർച്ചയുണ്ട്. ചില വ്യക്തികളെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ കുറ്റവിമുക്തരാക്കുന്നതിലൂടെ വ്യവസ്ഥിതിയെല്ലാം ശരിയാണെന്ന് നടിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. എന്നിരുന്നാലും ചില അനിയന്ത്രിത വ്യക്തികൾ ഒരു അപവാദമാണെന്ന് തെളിഞ്ഞു. ഇല്ല, ചില അനിയന്ത്രിത വ്യക്തികൾ ഒരു അപവാദമാണെന്ന് തെളിയിക്കുന്നില്ല. ആ വ്യവസ്ഥിതി ഒരേ തരത്തിലുള്ള എല്ലാ വ്യക്തികളെയും സൃഷ്ടിക്കുന്നു. കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത് ചില ആളുകളാൽ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളിൽ പോലും ചില പേരുള്ള പ്രത്യേക വ്യക്തികളാൽ മാത്രമേ കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നതെന്തുകൊണ്ട്? ഈ ഗ്രഹത്തിൽ ഏറ്റവും മോശമായ തരത്തിലുള്ള പീഡനത്തിന് വിധേയമാകുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ നമ്മുടെ ജീവിവർഗങ്ങളിൽ മറ്റ് ജീവിവർഗങ്ങൾ തീർച്ചയായും അവയാണ് ഏറ്റവും കൂടുതൽ പീഡനത്തിനിരയാകുന്നത്. എന്നാൽ നമ്മുടെ ജീവിവർഗത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പീഡനത്തിനിരയാകുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് കുട്ടികളാണ്. വീടുകളിലും സ്കൂളുകളിലും ശാരീരികമായി മാത്രമല്ല, നിങ്ങൾ എപ്പോഴും ഒരു കുട്ടിയെ കണ്ടീഷൻ ചെയ്യുന്നു. അതെങ്ങനെ പീഡനമല്ലാതാകും? നിങ്ങളാണ് കുട്ടിയുടെ മനസ്സിൽ വിശ്വാസങ്ങൾ, സംസ്കാരം, മതം, സിദ്ധാന്തം എന്നിവ നിറയ്ക്കുന്നത്. അതെങ്ങനെയാണ് ദുരുപയോഗമാകാത്തത്? അത് ശാരീരിക പീഡനത്തെക്കാൾ മോശമാണെന്ന് പോലും ഒരാൾക്ക് വാദിക്കാം. അത് എല്ലായിടത്തും സംഭവിക്കുന്നു. ചില പ്രത്യേക വ്യക്തികളാൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. നമ്മൾ കാട്ടിലെ ജീവികളായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാട് അല്ലേ? ഒരിക്കൽ അത് കണ്ടുകഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് പുറത്തുവരാനുള്ള സാധ്യത ഉണ്ടാകാം. പക്ഷേ ഫോർമൽസും നല്ല സ്വെറ്റ് ഷർട്ടും ധരിച്ച്, മാന്യമായ ജീൻസും അല്ലെങ്കിൽ ഞാൻ ധരിക്കുന്ന മറ്റെന്തെങ്കിലും ധരിച്ച്, ഇത് ധരിച്ചുകൊണ്ട് നിങ്ങൾ സംസ്കാരസമ്പന്നനും നാഗരികനും മനുഷ്യത്വമുള്ളവരുമായി മാറിയെന്ന് നടിക്കുന്നത് തുടരുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നുണ. ചരിത്രത്തിലുടനീളം മനുഷ്യരാശി സ്വയം പറഞ്ഞിട്ടുള്ള നുണയാണിത്. ചില വ്യക്തികളെ മാത്രമല്ല, കള്ളമാണ് എന്ന് വിളിച്ചു പറയുന്നത്. നന്ദി സർ. ഹലോ, എന്റെ പേര് ഏകാന ദത്ത. ഞാൻ വടക്കൻ ബംഗാളിൽ നിന്നാണ്. കഴിഞ്ഞ 3 വർഷമായി യൂട്യൂബ് വഴി ആചാര്യജിയുമായി എനിക്ക് ബന്ധമുണ്ട്. ആദ്യത്തേതുപോലെ തന്നെ ഞാൻ യൂട്യൂബിന്റെ വീഡിയോകളിലൂടെ അദ്ദേഹത്തെ കേൾക്കാൻ തുടങ്ങി. പിന്നീട് കഴിഞ്ഞ 3 മുതൽ 7 മാസമായി ഞാൻ ഗീതാസത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അദ്ദേഹം പഠിപ്പിക്കുന്നതെല്ലാം
എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്നതാണെന്ന് പറയണം. ആദ്യം തന്നെ അദ്ദേഹത്തെ കേൾക്കാൻ ഞാൻ എല്ലാവരോടും ശുപാർശ ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഓരോ വാക്കും, അദ്ദേഹത്തിന്റെ വാക്കുകളുടെ തെരഞ്ഞെടുപ്പും അവതരണ രീതിയും, ഓരോ വിഷയത്തിനും അദ്ദേഹം വ്യക്തമായി തിരഞ്ഞെടുക്കുന്ന ദോഷങ്ങളും അവ വെറും മയക്കുന്നവയാണ്. അവ വളരെ മനോഹരവുമാണ്. ആ ദോഷങ്ങൾ ഉപയോഗിച്ച് ഒരാൾക്ക് വിഷയവുമായി വളരെ എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ആചാര്യജിയുമായുള്ളത് മനോഹരമായ ഒരു അനുഭവമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അദ്ദേഹം ഇവിടെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ ഭാഗ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എല്ലാവരോടുമുള്ള എന്റെ ഒരു അപേക്ഷയാണിത്, ഒരു എളിയ അപേക്ഷ. ദയവായി അദ്ദേഹത്തെ ശ്രദ്ധിക്കുക, ദയവായി അദ്ദേഹത്തെ പിന്തുടരുക, ദയവായി ഗീതാ സമരങ്ങളിൽ ചേരുക. നിങ്ങൾക്ക് അദ്ദേഹവുമായി അസാധാരണമായ ഒരു അനുഭവം ലഭിക്കും. നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. പഠിക്കുന്നതിനേക്കാൾ ഭയം, പരിഭ്രാന്തി, അസൂയ തുടങ്ങിയ നിങ്ങളുടെ കൂടെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലാത്ത പലതും നിങ്ങൾ പഠിക്കും. അതിനാൽ ദയവായി വന്ന് ആചാര്യജിയുടെ ക്ലാസ്സിൽ ചേരുക.